നടൻ മഹേഷ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മഹേഷ്, ഇത് നേരത്തെ തന്നെ വരേണ്ടിയിരുന്ന ഒരു റിപ്പോർട്ടാണ്, അറിയേണ്ടിയിരുന്ന ഒരു ഭാഗമായിരുന്നു. ഇന്നിപ്പോൾ കോടതിയിൽ നിന്നുള്ള നൂലാമാലകൾക്കൊക്കെ തന്നെ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരിക്കുന്നു. മറ്റൊരു പ്രശ്നവും സർക്കാരിൻ്റെ മുന്നിലില്ല. ഇനി അത് പുറത്തുവിടുമെന്ന് സർക്കാരിന് വിവരവും ലഭിക്കുന്നുണ്ട്. അറിയേണ്ടതല്ലേ കാര്യങ്ങൾ? തീർച്ചയായിട്ടും അറിയേണ്ടത് തന്നെയാണ്. ഇതുപോലും ഇത്രയും താമസിപ്പിക്കുന്നത് ഈ മൊഴി കൊടുത്തത് എന്താണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എന്ന് അറിയണം, അത് എന്റെ റൈറ്റ് ആണെന്നൊക്കെ പറയുന്നത് കൊടുത്തവർക്ക് അറിയാലോ എന്താണ് മൊഴി കൊടുത്തത്. അപ്പൊ രഞ്ജിന് എന്തിനാണ് വെറുതെ ഇങ്ങനെ ഒരു നൂലാമാല ഉണ്ടാക്കി ഒരു തടസ്സം ഉണ്ടാക്കിയത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യമേ തന്നെ സർക്കാർ മാത്രമല്ല കോടതിയും വ്യക്തമാക്കിയ കാര്യമാണ്, ആരെയും ഹനിക്കാനോ ഒന്നുമല്ല. ഇതിനകത്തുള്ള മൊഴികൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു പോംവഴി കണ്ടെത്തുക, പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ തന്നെ പ്രധാനപ്പെട്ട കാര്യം. WCC അതിന് ആരംഭം കുറിച്ചുകൊണ്ട് ഈ ഒരു ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിലോട്ട് എത്തിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ലൊക്കേഷനിലൊക്കെ ആണെങ്കിൽ പോലും ഇപ്പൊ എനിക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം, ലൊക്കേഷനിലുള്ള പല പ്രശ്നങ്ങൾ, സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ എനിക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്താൻ സാധിക്കും എന്ന് വിശ്വാസമില്ലാത്ത കാര്യം വേതനത്തിന്റെ ഇതാണ് തുല്യത. അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഇതൊരു ഇൻഡസ്ട്രിയാണ്, ഇതൊരു മാർക്കറ്റിംഗ് സംഭവമാണ്. ഇതിനകത്ത് വാല്യൂ ഉള്ളവരെ അവർക്ക് അവരുടെ വാല്യൂ അനുസരിച്ചിട്ടുള്ള മാർക്കറ്റിംഗ് റേറ്റ് കൊടുത്തുകൊണ്ട് അവരവരുടെ സിനിമകളിൽ ഇടുക എന്നുള്ളത് ഒരു പ്രൊഡ്യൂസറുടെ വിശ്വാസവും റൈറ്റുമാണ്. അപ്പം തുല്യത കിട്ടുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി മെയിൽ ഡോമിനേഷൻ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ. മഹേഷ്, തൊഴിൽ സുരക്ഷിതത്വമുണ്ടെങ്കിലേ പിന്നീടുള്ള ഡിമാൻഡിന് അർത്ഥമുള്ളല്ലോ. അല്ല, തീർച്ചയായിട്ടും ഉള്ളു. പക്ഷേ ഞാൻ പറയുന്നത് വസ്തുതപരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഈ റിപ്പോർട്ട് പ്രധാനമായിട്ടും പുറത്തു വരണം എന്ന് പറയാൻ കാര്യം, ഇതിനകത്ത് ആരെന്ത് മൊഴി കൊടുത്തു, ആർക്കെതിരെ കൊടുത്തു, ആരാണ് ഇതിനകത്ത് എന്നൊന്നും അറിയാനില്ല. ഇതിനകത്ത് അവര് വാല്യൂബിൾ ആയിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ വെക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി. അപ്പം അവര് വളരെ പ്രതിഭാശാലിയായിട്ടുള്ള, വളരെ കഴിവുള്ള, തന്റെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ഒരു ജസ്റ്റിസാണ് ഹേമ. മാത്രമല്ല ഹേമ മാഡം മാത്രമല്ല, നമ്മുടെ മരുമകളായിട്ട് മലയാളത്തിൽ വന്ന ശാരദ മാഡം ഉണ്ട്. അപ്പം അവരെല്ലാരും തന്നെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. നമുക്ക് എന്തായാലും കാത്തിരിക്കാം.